ഇഞ്ചക്ഷനിലൂടെ മാത്രം വെയിറ്റ് ലോസ് നടത്താൻ പറ്റുമെങ്കിൽ എന്ത് എളുപ്പമായത്. ഇന്ന് ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നതും ഉപയോഗിക്കുന്നതായിട്ടുള്ള വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻസ് കുറേ മാർക്കറ്റിലുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കിന്നൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്താണ്? ഈ ഇഞ്ചക്ഷനുകൾ പല ആക്ഷനുകളുണ്ടെങ്കിലും ഇതിന്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ബ്രെയിനിൽ ആക്ട് ചെയ്ത് നമ്മുടെ ആപ്പിറ്റൈറ്റ് കുറയ്ക്കാനും ചില ഭക്ഷണങ്ങളോടെ ക്രേവിങ് കുറയ്ക്കുക ചെയ്യുക. അതുവഴി നമ്മുടെ ഇൻടേക്ക് ഒരുപാട് കുറയും. രണ്ടാമത്തത്, ഇത് എത്രത്തോളം വെയിറ്റ് ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഇതിനൊരു 10 തൊട്ട് 15% വരെ വെയിറ്റ് ലോസ് ആണ് നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് നമ്മൾ ശ്രമിക്കാറ്. 3, ഇത് എത്ര നാൾ വരെ ഉപയോഗിക്കാം? സാധാരണ സ്ട്രിക്റ്റ് ഡോക്ടർ മോണിറ്ററിങ്ങിലൂടെ 4 തൊട്ട് 6 മാസം വരെയാണ് ഇത് കൊടുക്കാറ്. ഡിസൈഡ് വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. 4, ഇതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? പലവരിലും ചെറുതായിട്ടുള്ള മൈനർ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് നോസിയ, വോമിറ്റിംഗ് പോലെയുള്ള ഉണ്ടാവാം. പക്ഷെ ചിലവരിൽ മേജർ സൈഡ് എഫക്ട്സ്, അതായത് പാൻക്രിയറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അപൂർവം കേസുകളും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഒരു സ്ട്രിക്റ്റ് മെഡിക്കൽ മോണിറ്ററിംഗിലായിരിക്കണം ഈ ഡ്രഗ് എടുക്കേണ്ടത്. അഞ്ചാമത്തത്, ഡയറ്റ് ആൻഡ് എക്സസൈസ് മോഡിഫിക്കേഷൻ ഒരു ക്ലിയർ ഓൾട്ടർനേറ്റീവ് ആണോ? തീർത്തുമല്ല. നമ്മുടെ പ്ലാൻ എ എപ്പോഴും ഡയറ്റ് ആൻഡ് എക്സസൈസ് മോഡിഫിക്കേഷൻ ആയിരിക്കും. ഈ ഇഞ്ചക്ഷൻസ് എല്ലാം അതിനുള്ളൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് മാത്രമാണ്. അതായത് പലവർക്കും ഈ ഡയറ്റും എക്സസൈസ് ചേഞ്ച് വരുമ്പോൾ ഇനീഷ്യൽ റെസിസ്റ്റൻസും ഒരുപാട് ഹെസിറ്റേഷനൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ഈ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ലോസ് ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നത്. അതുകൂടാണ്ട് ഇത് ക്രോണിക് ആയിട്ട് കൊടുത്ത് നമ്മുടെ ഡയറ്റിനോ എക്സസൈസിനോ ഒരിക്കലും ഒരു ഓൾട്ടർനേറ്റീവ് അല്ല. അപ്പോൾ ഈ എല്ലാ ഫാക്ട്സ് അറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കണം ഇല്ലെങ്കിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടർ കൺസൾട്ടേഷൻ നടത്തി ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിലായിരിക്കണം ഈ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടത്.